Again me guys. അവിടുന്ന് പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇറങ്ങി വൈകുന്നേരം ആയപ്പോ നമ്മള് സൈപ്രസ്ക്ക് പോവാണ്. ഞാൻ സ്ട്രാറ്റ്ഫോർഡ് ഹൈസ്ട്രീറ്റ് നിന്ന് DLR കയറി ചെക്കന്മാരൊക്കെ നേരെ അങ്ങോട്ട് വരാറുണ്ട്. ഞാൻ അവിടെ എത്തിയപ്പോത്തിന് ഓലൊക്കെ അവിടെ എത്തിക്കണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വരിവരിക്ക് അങ്ങോട്ട് നടന്നു. എന്നിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടന്റെ അവിടേക്കാണ് നമ്മൾ പോണത്. അവിടെ പോയ വിമാനം ഇറങ്ങണതൊക്കെ കാണാൻ പറ്റുന്ന പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ഇവിടെ എത്തിയിട്ടാണ് പറഞ്ഞത്. ഇവിടേക്കാണ് വരുന്നത്, ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടാവും എനിക്ക് അറിയില്ല. എന്നിട്ട് വരുമ്പോ തലന്റെ മേൽക്കൂടെ ഒരു വിമാനം പോകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ചെക്കന്മാർക്ക് അറിയുന്നവര് പറഞ്ഞില്ല. അപ്പുറത്ത് ലണ്ടൻ സിറ്റി എയർപോർട്ട്, ഇപ്പുറത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ. പിന്നെ രണ്ടിന്റെ ഇടയിൽ കടലോ കായലോ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ സത്താറും ടീം ചൂണ്ടലിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അതാ വലിയ അലിയ ഉസ്താദ്. ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ട് ഞാൻ വിമാനം ഇറങ്ങുന്നത് കാണുന്നത്. നാട്ടിലായാലും കൊണ്ടോട്ടി എയർപോർട്ടിന്റെ ബാക്ക് സൈഡിലൊക്കെ പോയി, പക്ഷേ കുറെ ദൂരത്തുനിന്നേ കാണാൻ പറ്റുള്ളൂ. സൗണ്ട് ഏതായാലും ഇപ്പൊ സൗണ്ട് സമയത്ത് ദിലീപിന്റെ വരി അയക്കണത് ജലദോഷം പിടിച്ചോണ്ട്. പെരുന്നാളിന്റെ അന്നത്തെ വ്ളോഗ് പെരുന്നാൾ ചൂട് പറഞ്ഞതിന്റെ മുമ്പ് തന്നെ ഇടണ്ടേ, അതുകൊണ്ട് ഇത്ര ഗതിയായിട്ട് സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇടുന്നത്. ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് കരുതുന്നത്. കഴിഞ്ഞ പെരുന്നാൾ ഏതായാലും ഈ പെരുന്നാളും ഉത്സാഹാക്കിയാണ്. ഇത് ബ്ലാക്ക് മാജിക് കിടക്കുന്ന പെരയാണ് ഉപയോഗിച്ച് പറഞ്ഞത്. പരത്തോന്ന് നോക്കുക അങ്ങനെ കുറെ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ പതുക്കെ തിരിച്ചങ്ങോട്ട് പോകുന്നു. അപ്പൊ ശരി, പിന്നെ കാണാം.